പാലക്കാട് മലമ്പുഴ ഉദ്യാന നവീകരണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ച് വ്യത്യസ്തമായൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് ബി.ജെ.പി. കാട് കയറിയ ഉദ്യാനത്തിലേക്ക് പശുവും പുൽക്കുട്ടയുമായി ബി.ജെ.പി. പ്രവർത്തകർ മാർച്ച് നടത്തി. കൃത്യമായി DPR പോലും തയ്യാറാക്കാതെ ഉദ്യാന നവീകരണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഏൽപ്പിച്ചതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പറഞ്ഞു. പതിനൊന്ന് മാസമായി നവീകരണത്തിനായി പൂട്ടിയിട്ട മലമ്പുഴ ഉദ്യാനം കാടുകയറി നശിക്കുന്ന സാഹചര്യത്തിലാണ് ബി.ജെ.പി. വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഉദ്യാനത്തിന്റെ പ്രധാന കവാടത്തിൽ നിന്നും കാട് കയറി കിടക്കുന്ന അകത്തേക്ക് പശുവും പുൽക്കുട്ടയുമായിരുന്നു ബി.ജെ.പിയുടെ മാർച്ച്. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നവീകരണത്തിൽ വലിയ അഴിമതിയുണ്ടെന്നും അതിൽ MLAക്ക് പങ്കുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. മാസം 15-ാം തീയതിയോടുകൂടിയിട്ടാണ് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഗാർഡൻ അടയ്ക്കുന്നത്. ഇന്ന് ഒരു വർഷം തികയാൻ പോവുകയാണ്. നൂറുകണക്കിന് തൊഴിലാളികളുടെ അവർക്ക് തൊഴിലില്ലാതായിരിക്കുകയാണ്. ഈ പരിസരത്ത് ഇതിനെ ആശ്രയിച്ച് കഴിഞ്ഞ 6-7 പതിറ്റാണ്ടായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ചെറുകിട വ്യാപാരികളുണ്ട്, ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, ഈ പ്രദേശത്തെ ജനങ്ങളുണ്ട്. അവരുടെ എല്ലാം അന്നം മുട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഇവിടെ പ്രവൃത്തി നടന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് കേരളത്തിന്റെ വൃന്ദാവനമായ മലമ്പുഴ ഉദ്യാന നവീകരണത്തിന് കേന്ദ്ര സർക്കാർ 75 കോടിയിലേറെ രൂപ അനുവദിച്ചതോടെയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ നവീകരണത്തിന്റെ ഭാഗമായി ഉദ്യാനം പൂട്ടിയത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കായിരുന്നു നവീകരണ പ്രവർത്തനങ്ങളുടെ ചുമതല. എന്നാൽ നിലവിൽ ഉദ്യാനം അടഞ്ഞുകിടക്കുന്നതിനാൽ വലിയ ദുരിതമാണ് പ്രദേശത്തെ കച്ചവടക്കാരും ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളും ഉൾപ്പെടെ അനുഭവിക്കുന്നത്. ജനം, പാലക്കാട്.